സംസ്കൃത സർവകലാശാലയിലെ താൽക്കാലിക വിസി സിസ തോമസിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിൽ ഡിജിപിയെ നേരിട്ട് വിളിപ്പിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. വിസിയെ ആക്രമിക്കാൻ ശ്രമം നടന്നുവെന്ന മന്ത്രി റോജി എം ജോൺ ആരോപിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ABVPയും ഗവർണർക്ക് കത്ത് നൽകി. എന്നാൽ സിസ തോമസിന് ശവമഞ്ചം ഒരുക്കിയിട്ടില്ല എന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. കാലടി സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ താൽക്കാലിക വിസി സിസ തോമസിനെതിരെയാണ് SFI പ്രതിഷേധമുണ്ടായത്. ലിഫ്റ്റിലായിരുന്ന വിസിയെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും തടഞ്ഞ SFI പ്രവർത്തകർ സിസ തോമസിനായി ശവമഞ്ചമൊരുക്കിയെന്നും ആരോപണമുയർന്നു. പിന്നാലെയാണ് പ്രതിഷേധക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ DGP റവാഡ ചന്ദ്രശേഖരെ ലോക്ഭവനിലേക്ക് വിളിച്ചുവരുത്തിയത്. കുറ്റക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് ഗവർണർ DGPയോട് ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. കൂടിക്കാഴ്ചയിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ DGP ഗവർണറോട് വിശദീകരിച്ചു. 4 പ്രവർത്തകർക്കെതിരെ കേസെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും DGP അറിയിച്ചു. സംഭവത്തിനു പിന്നാലെ വിസി സിസ തോമസുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് ലോക്ഭവൻ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും സിസ തോമസ് പരാതി നൽകിയത്. SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ABVPയും ഗവർണർക്ക് കത്ത് നൽകി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, ഒരു സംശയവുമല്ല. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. ഇത് ഏത് പ്രാകൃതമായ സമര ആഭാസമാണ്. ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തള്ളിയ മന്ത്രി റോജി എം ജോൺ കാലടിയിൽ നടന്നത് അപരിഷ്കൃത സമരമാണെന്ന് കുറ്റപ്പെടുത്തി. ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരത്തിന് നമ്മൾ ആരും എതിരല്ല. ഞങ്ങളൊക്കെ അത്തരം സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. പക്ഷേ അതിനൊരു ചില മര്യാദകളും അതിന് പാലിക്കേണ്ടതായിട്ടുള്ള ചില കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സീമകൾ ലംഘിക്കപ്പെട്ട് സമരം വേറെ ഒരു രീതിയിലേക്ക് പോവുകയും അക്രമാസക്തമാവുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ അപരിഷ്കൃതമായിട്ടുള്ള സമര രീതികളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോലീസ് നടപടികൾ മുന്നോട്ട് പോകും. ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദും രംഗത്തെത്തി. സമരരൂപം തെറ്റാണെന്ന് വിമർശനം വന്നാൽ പരിശോധിക്കാൻ തയ്യാറാണെന്ന് ശിവപ്രസാദ് ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. അവർ ഒരിക്കലും സിസ തോമസിന് അങ്ങനെ ഒരു ശവമഞ്ചമോട് ഒരുക്കിയിട്ടില്ല. ആ മേഡത്തിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ തീർക്കാൻ അവിടുത്തെ വിദ്യാർത്ഥികൾ തയ്യാറാണ്. നിങ്ങൾ ആ സമരത്തിൻ്റെ വിഷ്വൽ മുഴുവൻ പരിശോധിച്ചാൽ, ആ പുറത്തുനിന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ, ആ ഡ്രാമ ലൈറ്റിനാണ് അവർ ആ നിലയിൽ ഒരു നാടകാവിഷ്കാരം എന്ന നിലയിൽ ഒരു സമരൂപം ആവിഷ്കരിച്ചു. ഇനി ആ സമരൂപം തെറ്റാണ് എന്നൊരു വിമർശനം വന്നാൽ അത് പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിസ തോമസിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നാണ് ചാൻസലറായ ഗവർണറുടെ ഉറപ്പ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.